ഹായ്, നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽ മോചനം ലഭിച്ചിരിക്കുന്നു, അതായത് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ ചില വിവരങ്ങൾ, ഇപ്പോൾ ജയിലിൽ നിന്നുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു ജയിലിൽ എന്ന വിവരമാണ് ഈ വാർഡർമാർ പോലും പറയുന്നത്. സാധാരണ രാഷ്ട്രീയ നേതാക്കൾ ജയിലിൽ വന്നു കഴിഞ്ഞാൽ അവർ വളരെ ഹുങ്ക് കാണിക്കും എന്നാണ് വാർഡർമാർ പറയുന്നത്. അവരുടെ അനുഭവം കൊണ്ട് അവർ പറയുന്നതാണ്. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാവാണ്, നാളെ ഞാൻ മുഖ്യമന്ത്രിയും മന്ത്രിയൊക്കെ ആളാണ്, അതുകൊണ്ട് നീ സൂക്ഷിച്ചോടാ, എന്നെ കാണുന്ന രീതിയിൽ പരിഗണിച്ചോ, ഞാനിതാ വരുന്നു എന്ന തരത്തിലുള്ള ഒരു അഹംഭാവത്തോടു കൂടിയാണ് രാഷ്ട്രീയ നേതാക്കൾ ജയിലിൽ വരുന്നത്, രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിടുമ്പോൾ എന്നതാണ് ഞങ്ങളുടെ അനുഭവം. പക്ഷേ സത്യത്തിൽ ഞങ്ങൾ കുറേ കാലമായിട്ട് ഇത്തരത്തിലൊരു നേതാവിനെ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ വന്നിട്ട് അത്തരത്തിലുള്ള ഒരു സ്വഭാവവും ഒരു ഹുങ്കും, രാഷ്ട്രീയ നേതാവാണെന്നുള്ളൊരു ഹുങ്കും അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇദ്ദേഹം ഈ TV ചാനലൊക്കെ വന്നിരുന്ന ആൾക്കാർക്കെല്ലാം വളരെ ഫെമിലിയർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്പ അഹങ്കാരം കൂടേണ്ടതാണ്. കാരണം ഞാൻ വളരെ ഫെമിലിയർ ആണ്, വളരെ പോപ്പുലർ ആണല്ലോ എന്നതുകൊണ്ട്, ഒരു സെലിബ്രിറ്റി ആണല്ലോ എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവവും കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വാർഡർമാർ പലരും ഇപ്പോൾ പറയുന്നത്. അത് നമുക്കും അവർ അങ്ങനെയുള്ള ചില വിവരങ്ങളാണ് നമുക്കും തരുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തത് എന്ന് പറയുന്നത് പൂർണ്ണ സമയവും ജയിലിൽ അദ്ദേഹം വായനയിലായിരുന്നു എന്നാണ്. അതായത് ഈ ചില സന്ദർശകർ ഇടയ്ക്കിടയ്ക്ക്, വലിയ രാഷ്ട്രീയ നേതാക്കളും മറ്റുമൊക്കെ സന്ദർശകർ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ വരും. അങ്ങനെ കാണാൻ പോയി അവിടെ ചെന്ന് അവരോട് സംസാരിച്ചിരിക്കുന്ന സമയം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും അദ്ദേഹം ജയിലിൽ വന്നിരുന്നിട്ട് വായനയിലായിരുന്നു. പൂർണ്ണമായും അദ്ദേഹം ജയിൽ ജീവിതം ഉപയോഗപ്പെടുത്തി എന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങൾ. അദ്ദേഹം പൂർണ്ണ വായനയിലായിരുന്നു. പത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് കയ്യിൽ കിട്ടിയിരുന്നു. ആ പത്രങ്ങളെല്ലാം വായിച്ചു തീർക്കും. അത് കഴിഞ്ഞിട്ട് ജയിൽ ലൈബ്രറിയിൽ പോകും. അവിടെ ചെന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പുസ്തകങ്ങൾ എടുക്കും. ആ പുസ്തകങ്ങൾ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് വായിക്കും. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു എന്നാണ് ഈ നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ ഉള്ളത് ഈ ജയിൽ മെനു എന്ന് പറയുന്ന ആഹാരത്തിന്റെ കാര്യമുണ്ടല്ലോ. പണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാരും ചില ആഹാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ഈ ജയിൽ വാർഡർമാർ പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ എന്ത് ഭക്ഷണം, ജയിലിൽ സാധാരണ ഒരുക്കുന്ന ഭക്ഷണം കൊണ്ട് കൊടുത്താൽ അയാൾ ഒരു പ്രശ്നവുമില്ലാതെ ആ ആഹാരം കഴിക്കുമായിരുന്നു. അയാൾക്ക് ഒരു പരാതിയും ഇതുവരെയും അദ്ദേഹം ജയിലിൽ കിടന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച ആഹാരത്തിനെ കുറിച്ചൊന്നും പരാതി പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു തറയിലുള്ള കിടക്ക വിരിച്ചാണ് അദ്ദേഹം കിടന്നിരുന്നത്. അതിലും അദ്ദേഹം എതിർപ്പ് കാണിച്ചിട്ടില്ല. കിട്ടിയ സൗകര്യങ്ങൾ വെച്ച് ജയിൽ കൊടുത്ത ഏതെല്ലാം സൗകര്യമാണോ ആ സൗകര്യം ഉപയോഗിച്ച് ജയിലിൽ കിടക്കാനാണ് അയാൾ ശ്രമിച്ചത് എന്നതും പറയുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ ഉപരി നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അവിടെ ഈ ഗവർണറെ കരിങ്കൊടി കാണിച്ചതിന്റെ ഭാഗമായിട്ട് കുറച്ച് SFIക്കാർ അവിടെ റിമാൻഡിൽ കഴിഞ്ഞിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ ഇയാളെ അടച്ചിരിക്കുന്ന ജയിലിൽ കൂടെ അല്ല, മറ്റൊരു ഇതിലാണ് ഈ SFIക്കാരെ അടച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും പകൽ സമയം അല്പം തുറന്നിടുന്ന സമയത്തൊക്കെ ഇവർ തമ്മിൽ പരസ്പരം കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ SFIക്കാരുടെ ശത്രുവായിരിക്കണം യൂത്ത് കോൺഗ്രസ്സുകാരൻ. കാരണം തങ്ങളുടെ വലിയ നേതാവിനെതിരായിട്ടാണ് ഈ മാങ്കൂട്ടത്തിൽ സമരം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനെതിരായിട്ട് സംസാരിക്കുകയും വിജയന്റെ പരിപാടിയാണിത്, വിജയൻ ആണ് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്, അയാൾ ചെയ്യാനുള്ള ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന ആളാണ് മാങ്കൂട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും SFIക്ക് ഈ മാങ്കൂട്ടത്തിനോട് ദേഷ്യം വരേണ്ടതാണ്. പക്ഷേ എല്ലാ SFI പ്രവർത്തകരും വളരെ സൗഹൃദത്തോടു കൂടിയാണ് മാങ്കൂട്ടത്തിനോട് പെരുമാറിയതെന്നും മാങ്കൂട്ടത്തിന്റെ ആ പെരുമാറ്റം അത്തരത്തിലായിരുന്നു SFIക്കാരോടെന്നും അവരോട് പലപ്പോഴും കുശലം ചോദിക്കാനും തമാശ പറയാനും ഈ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ജയിലിലെ അകത്തു നിന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ജാമ്യം ലഭിക്കുമ്പോൾ അത്തരം വിവരങ്ങൾ വരുമ്പോൾ കേരളത്തിന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവ് ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നാളെ ഇയാൾ വലിയ നേതാവാകുമ്പോൾ ഇദ്ദേഹത്തിന് തലക്കനം കൂടുമോ, ഇയാൾ അഹങ്കാരിയാകുമോ, ഹുങ്ക് കാണിക്കുമോ അറിയില്ല, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് അദ്ദേഹം ഈ ജയിലിൽ കിടന്ന 8 ദിവസവും വളരെ സൗമ്യനായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്.